സലാമുണ്ടിട്ടാ പ്രിയപ്പെട്ടവരെ, സലാമുണ്ടിട്ടാ. വിശേഷങ്ങളിലൊന്നു ഇപ്പൊ എക്സാലോജിക് എന്നൊരു കമ്പനി ഉണ്ടാക്കിയില്ല നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മോള് ബീന വിജയൻ. ഇപ്പൊ കേസും കുട്ടീശ്വരവും കുണ്ടൊക്കെ ആയിട്ട് നടക്കണ്ടില്ല ആ പുള്ള അന്ന് എക്സാലോജിക് എന്ന കമ്പനി ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് അറിയാല്ല അല്ലേ? പറയാണ്ടറിയാം. ഇനിയിപ്പൊ അതിപ്പോ അറിയാൻ പാടില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അതായത് ഈ തിരുവനന്തപുരത്ത് പാളയത്ത് AKG സെന്റർ എന്നൊരു സെന്റർ ഉണ്ട്. CPM കാരനെയൊക്കെ വലിയ ഒരു സ്ഥലം, അവര് CPM-ന്റെ ഹെഡ് ഓഫീസ് എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലം. ആ AKG സെന്ററിന്റെ അഡ്രസ്സിനുള്ള CMRL അല്ല, ഈ എക്സാലോജിക്കിന്റെ അഡ്രസ്സായിട്ട് കൊടുത്തത് CMRL നിന്ന് കാശ് മേടിച്ച് പുള്ളണ്ടല്ല. അപ്പൊ CMRL നിന്ന് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കടലാസ് കമ്പനി കാണിക്കണമല്ല. ഈ കടലാസ് കമ്പനി ഉണ്ടാക്കിയതിന് പുള്ളിക്ക് ഒരു അഡ്രസ്സ് കൊടുക്കണം. അപ്പൊ പിണറായി വിജയന്റെ വീട് പിണറായിലാണ്, ആ അഡ്രസ്സ് പുള്ള കൊടുത്തില്ല. പുള്ളയുടെ അതായത് വീണയുടെ ഭർത്താവിന്റെ പേര് മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിന് കോഴിക്കോട് വീടുണ്ട്, തിരുവനന്തപുരത്ത് ഇവർക്ക് വാടക വീടൊക്കെ ഉണ്ട്. ആ അഡ്രസ്സ് കൊടുത്തില്ല. കൊടുത്ത അഡ്രസ്സ് AKG സെന്ററിന്റെ അഡ്രസ്സ്. വീണ ടി AKG സെന്റർ പാളയം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. എക്സാലോജിക്കിന്റെ ഒഫീഷ്യൽ അഡ്രസ്സ് കൊടുത്തിരിക്കുന്നത് അതാണ്. അപ്പൊ കത്തുകുത്തികളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ AKG സെന്ററിലേക്ക് വരും. AKG സെന്ററിൽ ഇരിക്കുന്ന പിയൂൺ അല്ലെങ്കിൽ അറ്റൻഡർ അനിപ്പോ ഏതെങ്കിലും മന്ത്രിമാരാണ് ആ സ്ഥലത്ത് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ വീണാക്കി വരുന്ന കത്ത് കൊണ്ട് അവർ വേണമെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും. എവിടെ വീണ എവിടെ താമസിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കേണ്ടി വരും. കൊടുത്തില്ലെങ്കിൽ വിവരം അറിയും, പിണറായി വിജയൻ ചോദിക്കും. ഈ എന്നെ കേൾക്കണ ആർക്കെങ്കിലും ഒന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളിൽ എന്നെ കേൾക്കണ നല്ല ബഹുമാനപ്പെട്ട സഹാക്കന്മാരുണ്ടാവും, അടിയുറച്ച് കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ ഉണ്ടാവും, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും. ഇലക്ഷൻ വരുന്ന സാഹചര്യം നോക്കിയിട്ട് CPM-ന് വോട്ട് കുത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഇത് എന്തായാലും അതൊന്നും തെറ്റല്ല, ഓരോരുത്തരുടെ അഭിപ്രായമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന നാടാണ് നമുക്ക് ഭരണഘടന, അത് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ബഹുമാനപ്പെട്ട നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഉണ്ടാവില്ല, നിങ്ങളുടെ മക്കളിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു കമ്പനി കൊടുക്കണമെങ്കിൽ AKG സെന്ററിന്റെ മേൽവിലാസം കൊടുത്താൽ എന്തായിരിക്കും ഉണ്ടാവുന്ന നടപടി? പിറ്റേ ദിവസം ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇല്ലെങ്കിൽ CPM-ന്റെ രാജാക്കന്മാരെ മുമ്പിൽ ചെന്ന് സമസ്താപരാധം പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടി വരും. ഇല്ലേ? അതുണ്ടാവും, ഒരു തർക്കമില്ല. അപ്പൊ ബീന വിജയൻ ഈ എക്സാലോജിക് കമ്പനി AKG സെന്റർ പാളയം എന്ന് പറഞ്ഞ് അഡ്രസ് വെച്ച് കൊടുത്തപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. അത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ആ കമ്പനികൾ കൊണ്ടുപോകും ടീച്ചറായിട്ട്. ഇപ്പൊ രാപ്പകൽ പിണറായി വിജയന് ഉറങ്ങാൻ പറ്റില്ല, അച്ഛൻ ഉറങ്ങാത്ത വീടെന്നും പറഞ്ഞ് പണ്ട് നമ്മളെ മരിച്ചുപോയ അനശ്വരനായ നടനുണ്ടല്ല, പണ്ടല്ല ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ നമ്മുടെ അനശ്വരനായ നടൻ സലീം കുമാർ അഭിനയിച്ചൊരു വീടായിരുന്നു. അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിട്ടാ. ലാൽ ജോസ് സിനിമയുടെ സംവിധായകൻ എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിൽ അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയുടെ പേര് ഇവിടെ ഇപ്പൊ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ അച്ഛൻ ഉറങ്ങാൻ പറ്റില്ല. അച്ഛൻ്റെ അടുത്ത് വീണയുടെ അച്ഛൻ, ആ പുള്ളയുടെ അച്ഛന് ഉറങ്ങാൻ പറ്റില്ലേ? ഈ കുട്ടീശ്വരം മുഴുപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് പുള്ളേനെ അതിന്റെ ഇടയിൽ പിടിച്ചിട്ട്. അപ്പൊ പുള്ളേണെങ്കിൽ ഒരു കാരണം വെച്ചാൽ എക്സാലോജിക്ക് വീണ വിജയന്റെ പേരിൽ അഡ്രസ് കൊടുക്കുമ്പോ എന്തായാലും ഈ AKG സെന്ററിന്റെ അഡ്രസ് കൊടുക്കുക പുള്ളിക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പൊ ഈ അഡ്രസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ AKG സെന്ററിന്റെ അഡ്രസ് കൊടുത്തേക്കുന്നത് AKG സെന്ററിന്റെ CPM-ന്റെ ഒക്കെ തലതൊട്ടപ്പം താൻ തന്നെയാണ്. താനല്ലാണ്ട് മറ്റാരുണ്ട് രക്ഷിക്കാൻ, LDF-നെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ LDF അല്ലാതെ മറ്റാരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരാളുടെ തലയടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ. അപ്പൊ ആ ആള് തന്നെയാണ് AKG സെന്ററിന്റെ അഡ്രസ് കൊടുത്തേക്കുന്നത്. ആരാ അല്ലാണ്ടായ പിണറായി. അപ്പൊ പിണറായി ഇപ്പൊ ഈ ശ്രീകുമാറിന്റെ സിനിമയുടെ പേര് പറഞ്ഞാൽ അച്ഛനുറങ്ങാത്ത വീട് പുള്ളിക്ക് ഉറക്കില്ല എന്ന് പറയുന്നത്. ഉറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ തന്നെ പുള്ളിക്ക് മൂലക്കുരുവിന്റെ അല്ലാണ്ട് വേറെ ഏതാണ്ടിന്റെ അസുഖമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനുള്ള മയോളി ക്ലിനിക്കിലൊക്കെ പോകണം. എപ്പോഴും പുള്ളിക്ക് ഈ മൂലക്കുരു പൊട്ടാൻ നിൽക്കുന്ന ആളുകളുടെ ഒരു മുഖഭാവമുള്ള, ഇപ്പൊ നമ്മുടെ ബോഡി ഷേമിങ് നടത്തുന്നതല്ലാട്ടാ. പുള്ളിയുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ എന്താണ്ടൊരു ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ട്. ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പാടില്ലാത്തൊരു വിധത്തിൽ ഒരു മുഖഭാവമാണ് പുള്ളിക്ക് കാണുന്നത്. അപ്പോഴാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആരെങ്കിലും മുമ്പിൽ വന്ന് എന്തെങ്കിലുമൊക്കെ കീച്ചിക്കിന്നാരൊക്കെ ചോദിക്കണം. അപ്പൊ കടക്ക് പുറത്തല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കാനൊക്കെ അപ്പൊ തന്നെ മറുപടി പറയും. എങ്ങനെ ഇതിങ്ങനെ വിഷമിച്ച് നിൽക്കാനൊരു മനുഷ്യൻ ഒന്നോരം വേദന സഹിക്കാൻ പറ്റും. അതിനിടയിലാണ് ഇപ്പൊ ഈ ED ഇങ്ങനെ ഡെയിലി സ്കൂളിൽ പോകണ ഡെയിലി വരാണ് പിള്ളേരുടെ വീട്ടിലേക്ക്. കാലത്ത് 5 മണിക്ക് വരും, വൈകുന്നേരം പോകും. അപ്പൊ ആ ഒരു അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിക്കുക. ഇങ്ങനെ ഒരു മട്ടിലായി കഴിഞ്ഞപ്പോ പുള്ളിക്ക് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയെ കണ്ടിട്ടാണ് സലീംകുമാർ ആ സിനിമ ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ നിൽക്കുന്നു. പറഞ്ഞു വരുന്നത്, ഇപ്പൊ എക്സാലോജിക് എന്നൊരു കമ്പനി അങ്ങനെ ഉണ്ടാക്കിയില്ല. ഒരു ഇടങ്ങേറി പിടിച്ചൊരു അഡ്രസ് കൊടുത്ത് ഒരു കമ്പനി ഉണ്ടാക്കി. ബംഗളൂരു ആസ്ഥാനമായിട്ടാണ് തുടങ്ങിയെങ്കിലും കേരളത്തിലെ അഡ്രസ് ഇതാണ്. അതിന് പുറമെ അന്ന് ഈ ED ബേക്കറി ബുക്കിലുള്ള വീട്ടിലൊന്ന് റെയ്ഡൊക്കെ നടത്തി
പാസ്ബുക്ക് പിടിച്ചുകൊണ്ട് പോയി ഒരു ചുവന്ന ഡയറി ഉണ്ടായിരുന്നു. ചുവന്ന ഡയറിയിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് പച്ച ഡയറി ഉപയോഗിക്കും. മുസ്ലിം ലീഗുകാരുടെ പോലെ പച്ച ഡയറി ഉപയോഗിക്കുമോ? മുസ്ലിം ലീഗുകാർ അവിടെ എന്താണ് നമ്മള് വയനാട്ടിൽ വലിയ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ ഒരുപാട് വീടൊക്കെ വെച്ചു കൊടുത്തു. വലിയ കാര്യം, നല്ല കാര്യം. ഒരു മനുഷ്യന്റെ വേദനയിൽ ചേർന്ന് നിന്ന് കണ്ണീരൊപ്പണ ഏറ്റവും നല്ല കാര്യമാണ്. എങ്കിലും ഒരു സന്ദർഭം, പക്ഷെ അതൊരു കാര്യം ചൂണ്ടിക്കാണിക്കണമെന്നുള്ളൂ. ആ മുസ്ലിം ലീഗുകാർ അവിടെ വീട് വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ വീടിന്റെ ഉള്ളിലുള്ള ഫർണിച്ചർ, സോഫ ഉൾപ്പെടെയുള്ള ഒരു ഗ്രീനിഷ് ലുക്കിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തത്. എന്തോട്ടെ, പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ വർണ്ണം പച്ച തന്നെയാണ്, അല്ലാണ്ട് ചൊമ്പലല്ല. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ അതിനെ ന്യായീകരിക്കാം. അപ്പൊ പച്ചക്കളറ്. പക്ഷെ വീണ വിജയന്റെ ഡയറിയുടെ കളർ പച്ചല്ല, ചൊമ്പ്, ചുവപ്പ്, നല്ല ചുടി ചോരയുടെ കളർ, ചങ്കിന് ചെങ്കോരയുടെ കളറാണ് ആ ഡയറി. അങ്ങനെ ഒരു ഡയറി ഇടികൊണ്ടുപോയി, ഫോണും കൊണ്ടുപോയി, ഐഫോണും കൊണ്ടുപോയി, അതും കൊണ്ടുപോയി. അപ്പൊ അതിൽ നിന്നൊക്കെ നിർണായകമായ വേറൊരു വിവരം കിട്ടി. എന്തുട്ട് വിവരം? ഈ എക്സാലോജിക്ക് മാത്രമല്ല പുള്ളക്കുള്ള കമ്പനി, പിന്നെ പുള്ളക്ക് വേറെ ഉണ്ട് കമ്പനി. അതേതാ? അത് ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി. ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി. അവിടെ അഡ്രസ് അവിടെ കൊടുത്തത് കോഴിക്കോട്. എവിടെ? കോഴിക്കോട് മരിമോന്റെ വീട് അവിടെയല്ല, അതായത് റിയാസിന്റെ വീട് അവിടെയല്ല. പക്ഷെ റിയാസിന്റെ വീട്ടിൽ അഡ്രസ് കൊടുത്തേക്കുന്നത് വേറെ അഡ്രസ്. ഈടിയാരാ മക്കള് ഇത്തിരി തുമ്പും പാലും കിട്ടിക്കഴിഞ്ഞാൽ അവര് ഉള്ളിത്തൊണ്ട് പൊളിക്ക പോലെ അന്വേഷിച്ച് എന്താ സത്യം എന്നുള്ള കണ്ടെത്താൻ ചെല്ലൂല. ഇത് ഉള്ളിത്തൊണ്ട് പൊളിച്ച പോലെ ആയിപ്പോയി. ഈ ഇടപാട് അഡ്രസ്, ലേക്കർ ഇന്ത്യയുടെ അഡ്രസ് തപ്പിപ്പിടിച്ചിട്ട് അങ്ങനെ ഒരു സ്ഥലമില്ലാന്ന്. ഇഡി ഉദ്യോഗസ്ഥര് കോഴിക്കോട് മുഴുവൻ അവർ അരിച്ചു പെറുക്കി. കോഴിക്കോട് കടപ്പുറം മുതല് ഇനി അവിടെ കോഴിക്കോട് പോകാനൊരു സ്ഥലമില്ല. ഈ അഡ്രസ്സിൽ അങ്ങനെ ഒരു സ്ഥലം കോഴിക്കോടില്ലാന്ന്. അങ്ങനത്തെ ഓഫീസില്ല കോഴിക്കോട്. AKG സെന്ററിന്റെ അഡ്രസ് കൊടുത്ത് എക്സാലോജിക്ക് തുടങ്ങിയവരെ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി തുടങ്ങാനായിട്ട് കോഴിക്കോട് അഡ്രസ് കൊടുത്തിട്ടുണ്ട്. ഈ കോഴിക്കോട് അഡ്രസ്സിൽ ഇങ്ങനെ ഒരു കമ്പനി ഇല്ലാന്ന്. ഇങ്ങനൊരു കമ്പനി അവിടെ ഇല്ല. അപ്പൊ നോക്ക്, എക്സാലോജിക്കുന്ന കമ്പനി ഇപ്പൊ തൽക്കാലത്തേക്ക് നിർത്തിയേക്കാണെന്ന് പറഞ്ഞിട്ട് 1.5 കൊല്ലം മുമ്പ് കേന്ദ്ര കമ്പനി കാര്യാലയത്തിന് ഒരു നമ്പർ കൊടുത്ത്, ഒരു കത്ത് കൊടുത്ത് അവര് കമ്പനി കാര്യാലയ മന്ത്രാലയത്തിന് ഒരു കത്ത് കൊടുത്ത്, അതായത് ഇപ്പൊ കമ്പനി നഷ്ടത്തിലാണ്ട്, ലാഭമൊന്നുമില്ല, നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൽക്കാലം ഞാൻ ഇതിന്റെ പ്രവർത്തനമൊക്കെ നിർത്താണ്ടെന്നും പറഞ്ഞിട്ട് എക്സാലോജിക്ക് നിർത്താണ്, തൽക്കാലം താഴെയിട്ട് കൂട്ടാണ്. ഇനിയിപ്പോ കാശൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ താഴൊക്കെ നമുക്ക് തുറക്കാം, അല്ലെങ്കിൽ മണിച്ചിത്ര താഴെയിട്ട് വീണ്ടും കൂട്ടും എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിന്റെ കത്ത് കൊടുത്ത് അത് കൂട്ടിയിട്ടേക്കാണ്. ഈ ബസ്സൊക്കെ ജീഫാമിലൂടെ ഓടാൻ പറ്റാണ്ട് വരും എന്ന് പറഞ്ഞാൽ അത് കൂട്ടിയിട്ടേക്കാണ്, മണിച്ചിത്ര താഴെയിട്ട് കൂട്ടി. അപ്പൊ അതിന് പകരം വേറൊരു കമ്പനി ഇവിടെ തുറന്ന്, എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കണത്? കോഴിക്കോട് എവിടെ? ഇന്ന അഡ്രസ്സിൽ. ഏത് അഡ്രസ്? ഈ സ്ഥലത്ത് ചെല്ലുമ്പോ ആട് കിടന്നോർത്ത് പൂടയില്ല എന്ന് പറയുന്ന ഒരു പതിവുണ്ട്. പക്ഷെ ആട് കിടന്നോർത്ത് പൂടയില്ല, ആട്ടിന് മുഷ്ക് ഓടുവില്ല. ആട്ടിമുഷ്ക് എന്ന് പറഞ്ഞാൽ ആട് നിൽക്കുന്നോർത്ത് ആടിന്റെ ഒരു പ്രത്യേക മണം ഉണ്ടാകുന്ന ആട്ടിമുഷ്ക്. അപ്പൊ ആട് കിടന്നോട്ട് പൂട വേണ്ട, പോട്ടെ വേണ്ട എന്നിട്ട് പോട്ടെ, മുഷ്കെങ്കിലും വേണ്ട. അപ്പൊ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. തട്ടിപ്പിന്റെ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ ഇവരൊക്കെ. എക്സാലോജിക്ക് എന്ന് പറഞ്ഞൊരു കടലാസ് കമ്പനി തുടങ്ങാൻ വേണ്ടി AKG സെന്ററിന്റെ അഡ്രസ് കൊടുത്ത് അത് അലാക്കിലായി. ഇനിയിപ്പോ ഇടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കയറിച്ചല്ല, AKG സെന്ററിന്റെ അഡ്രസ് അതിൽ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അവിടെ കയറിച്ചല്ല. അത് കയറി ചെന്ന കളി മാറും. ഈ CPM-കാരൊക്കെ കൂട്ടി പറഞ്ഞിട്ട് പിണറായി വിജയനെ കത്തിക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിന് ഈ AKGയുടെ പേരും വലിച്ച് ഇട്ട്, അല്ലെങ്കിൽ AKG പോലുള്ള ഒരു നല്ലൊരു മനുഷ്യന്റെ പേരിൽ രൂപം കൊണ്ട സ്ഥാപനത്തിലേക്ക് ഈ പോലീസുകാർ നിറങ്ങണ അവസ്ഥയിലേക്ക്, അതും കള്ളക്കടത്ത് അല്ലെങ്കിൽ എന്താണ് അഴിമതി കാശിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നാണക്കേടല്ല. അപ്പൊ വേണമെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് കുഴപ്പമുണ്ടാക്കും. അപ്പൊ അത് പോട്ടെ. AKG സെന്ററിന്റെ അഡ്രസ് കൊടുത്ത് എക്സാലോജിക്കിന്റെ കാര്യം അങ്ങനെയായി. ഇപ്പൊ ലേക്കർ ഇന്ത്യ എവിടെയാണ്? എവിടെ ലേക്കർ ഇന്ത്യ? ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ലേക്കർ ഇന്ത്യ സ്ഥാപിച്ചെങ്കിൽ മതിയായിരുന്നില്ല. ആ ഏക്കർ കണക്കിന് ഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോട്ട് മനസ്സിലായത് പിണറായി വിജയന്റെ വീടിനോട് ചേർന്ന്, അവിടെ ആ പുരയിടത്തോട് ചേർന്ന് കണ്ട് 80 സെന്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ. ഈ CMRL ഇട്ട് കാശൊക്കെ അവിടെ കൊണ്ടുപോകണം, മുടക്കിയേക്കണം എന്ന് പറയുമ്പോൾ അവിടെ റേഡി ചേർന്ന് അതൊക്കെ കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആ സ്വത്തൊക്കെ ഈ ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. അഡ്രസ്സിൽ ഇല്ലെങ്കിലും അത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ചെയ്യാൻ കാരണം ഉണ്ട് കേട്ടാ. ആ ലേക്കറില്ലാന്നില്ല, അതിന്റെ അഡ്രസ് ഇല്ലെങ്കിലും അതുകൊണ്ട് ബാങ്ക് ഒരു ഇടപാട് നടന്നിട്ടുണ്ട്. ബാങ്കിൽ ഏതാണ്ട് 15 ലക്ഷം രൂപയുണ്ട്, 15.75 ലക്ഷം രൂപയുണ്ട്. അത് മുഹമ്മദ് റിയാസ്, അതായത് ഈ മരുമോൻ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോ ഭാര്യയുടെ പേരിൽ, അതായത് ജീവിത പങ്കാളിയുടെ പേരിലുള്ള സ്വത്തൊക്കെ കാണിക്കണമല്ല സത്യവാങ്മൂലത്തിൽ. അപ്പൊ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ലേക്കർ ഇന്ത്യ എന്ന് പറഞ്ഞ കമ്പനിയുടെ അഡ്രസ്സും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സത്യവാങ്മൂലത്തിൽ കമ്പനിയുടെ അഡ്രസ് ഒന്നും തപ്പിപ്പോവാൻ ആർക്കും കാര്യമില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കേസ് കുട്ടീശ്വരവും കുന്തമൊക്കെ അതിന്റെ പേരിൽ അന്വേഷണം വന്നേക്കരുത്. അല്ലെങ്കിൽ ആരന്വേഷിക്കണേ? ആ കണ്ട് സൈൻ ചെയ്ത് ശരി മത്സരിച്ചോ, വോട്ടിട്ടാണ് നിങ്ങൾ ജയിച്ചോ, അല്ലെങ്കിൽ തോറ്റു തുന്നം പാടിപ്പോക്കോ എന്നൊക്കെ ഉള്ളത് മറ്റിലാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. അന്ന് ഈ ലേക്കർ എന്നുള്ള കമ്പനി ഈ സത്യവാങ്മൂലത്തിൽ കാണിക്കുമ്പോൾ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ.
അത് കഴിഞ്ഞപ്പോ 15.57 രൂപ അതിലുണ്ട്. അത് തട്ടി, അതും ഫ്രീസ് ചെയ്ത് മരവിച്ച്. ഇത് കൂടാതെയാണ് 19 കോടി രൂപ ആദ്യത്തെ റേറ്റിൽ വന്നപ്പോ മരവിച്ചത്. അപ്പൊ ഈ കമ്പനിയും അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പുള്ളിയുടെ അക്കൗണ്ടിൽ കാശ് ഉണ്ട്. കമ്പനിക്ക് അഡ്രസ്സില്ല, ബിൽഡിംഗില്ല, ഒന്നുമില്ല. പക്ഷെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, കാശ് ഉണ്ട്. ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് ഉണ്ട്, കമ്പനി ഇല്ല, അഡ്രസ് ഇല്ല. ഇങ്ങനെ ഈ മട്ടിലാണ് കാര്യങ്ങൾ പോകുമ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മുണ്ടാണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന്. ആദ്യം ഒരു കമ്പനി ഒടുങ്ങി അലാക്കായി ലോകം മുഴുക്ക ലോകത്തു നിന്നൊക്കെ കാശ് മേടിച്ച് 11ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള, അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടക്കമുള്ള 11ഓളം കമ്പനികളിൽ നിന്ന് ഈ പുള്ള അച്ഛൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ പുള്ള ഈ കമ്പനികളൊക്കെ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഉടമസ്ഥന്മാരിൽ നിന്ന് കാശ് മേടിച്ചിരുന്ന കൈക്കൂലി മാസപ്പടി. അത് എക്സാലോജിക്കിലേക്ക് അതിൽ കമ്പനി ഇല്ല, സ്ഥലമില്ല, കർണാടകത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പാളയം അടുത്തുള്ള AKG സെന്റർ ആണ്. അത് കഴിഞ്ഞപ്പോൾ ലേക്കർ ഇന്ത്യയിൽ അഡ്രസ് പോലുമില്ല. എവിടെ ഇത് കണ്ടെത്താൻ? ED ഉദ്യോഗസ്ഥർ തലങ്ങും വിലങ്ങും നടന്ന് നാരങ്ങ വെള്ളം മിണി മേടിച്ചു കുടിച്ച്, കോഴിക്കോടിലെ എല്ലാ കടയിൽ ഒരു നാരങ്ങ വെള്ളം മേടിച്ചു കുടിച്ച്. കാരണം അങ്ങോട്ട് കൂടി നടക്കാല്ലേ, നടക്കുമ്പോ വെള്ളം താഴ്ക്കില്ല. മനുഷ്യരുടെ ഈ ചൂട് കാലാവസ്ഥയെല്ലാം അന്വേഷിക്കണത്. അപ്പൊ ഒരു സ്ഥലത്തുമില്ല. കോഴിക്കോട് കൂടെ എന്ന് പറഞ്ഞ ആ സമയത്ത് അവർക്ക് ആ ED ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് ഒരു കഷ്ണം കടലാസോട് നീക്കാക്ക ഈ സെൻസസ് ഒക്കെ എടുപ്പിക്കായിരുന്നു. അത്ര ആളുകളുടെ അടുത്ത് അവർ ചോദിച്ചു നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തട്ടിപ്പ് വേറെ ഇതൊക്കെ ഉണ്ടാകുമ്പോ പിന്നെ നമ്മൾ എങ്ങനെ പറയാണ്ടിരിക്കണം? എന്തായാലും ലേക്കറിന്റെ ആയാലും എക്സാലോജിക്കായാലും ചില തീരുമാനങ്ങളൊക്കെ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതിനൊക്കെ അവര് സബൂറാക്കി വെച്ചിട്ടുണ്ട്. ഏത് അഡ്രസ്സിലേക്ക്, എവിടെയുള്ള സ്ഥാപനത്തിലേക്ക് ഇവര് വിടണം, അച്ഛനെ മോളേക്ക് വിടണം എന്നുള്ള കാര്യം അവിടെ തീരുമാനമാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെയുള്ള തീരുമാനമൊക്കെ ആകുമ്പോ വരാട്ട. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, കാണാം. സലാം.